Hello everyone, welcome back to Aptics Academy. So in this video we are going to discuss the subject knowledge and curriculum. B.Ed 4th semester inde ഒരു പേപ്പർ ആണ് knowledge and curriculum. ഇത് യൂണിറ്റ് 1 ആണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. knowledge and knowing എന്നുള്ളതാണ് യൂണിറ്റിന്റെ പേര്. ഇതിൽ 12ഓളം കോണ്ടന്റുകളാണ് വരുന്നത്. ഡെഫിനിഷൻ ഓഫ് നോളജ് മുതൽ നോളജ് ഇൻ റിലേഷൻ ടു ഇൻഫർമേഷൻ, ബിലീഫ് ആൻഡ് ട്രൂത്ത് വരെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് നോളജിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ദ മോസ്റ്റ് ആക്സെപ്റ്റഡ് ഡെഫിനിഷൻ ഓഫ് നോളജ് ഇസ് ദാറ്റ് ഇറ്റ് ഈസ് എ ജസ്റ്റിഫൈഡ് ബിലീഫ്. ഒരു ജസ്റ്റിഫൈഡ് ബിലീഫ് ആണ് എന്നുള്ളതാണ് നോളജിന്റെ ഏറ്റവും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഓഫ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പ്ലേറ്റോയുടെ വൺ ഓഫ് ദ ബുക്സ് ആയിട്ടുള്ള തിയാറ്റസിൽ പറഞ്ഞിട്ടുണ്ട്. 3 ഡെഫിനിഷൻസ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ 3 ഡെഫിനിഷൻസ് ആണ്. നോളജ് ഇസ് പെർസെപ്ഷൻ ഓർ സെൻസേഷൻ, അതായത് എംപിരിസിസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡെഫിനിഷനാണ് ആ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പെർസെപ്ഷൻ ഓർ സെൻസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെൻസ് ചെയ്ത് കിട്ടുന്നതാണ് നോളജ് എന്നുള്ളത്. നോളജ് ഇസ് ട്രൂ ബിലീഫ് എന്നുള്ളതാണ് രണ്ടാമത്തേത്. നോളജ് ഇസ് ട്രൂ ബിലീഫ് അക്കമ്പനീഡ് ബൈ എ റാഷണൽ അക്കൗണ്ട് ഓഫ് ഇറ്റ് സെൽഫ് ഓർ ഗ്രൗണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ഡെഫിനിഷൻ. അങ്ങനെ 3 ഡെഫിനിഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താ പറയുന്നത്? പ്രോസസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദ മീനിങ് ഓർ ഡിഫൈനിങ് നോളജ് ഡയറക്ട് അസ് ടു ഐഡന്റിഫൈ അറ്റ്ലീസ്റ്റ് 3 ആസ്പെക്ട്സ് അസോസിയേറ്റഡ് വിത്ത് നോളജ്. 3 ആസ്പെക്റ്റുകളാണ് ഇനി പറയുന്നത്. പ്രോസസ്സസ് ഇൻവോൾവ് ഇൻ നോളജ് അക്വിസിഷൻ, ജനറേഷൻ, കൺസ്ട്രക്ഷൻ. ഒന്നാമത്തേത് പ്രോസസ്സ്, നോളജിൽ അടങ്ങിയിരിക്കുന്ന പ്രോസസ്സുകൾ, അക്വിസിഷൻ, ജനറേഷൻ, കൺസ്ട്രക്ഷൻ എന്നുള്ളത്. നോളജിന്റെ ഫോംസ്, അതിന്റെ പേർപ്പസ്. ഓക്കെ, നോളജ് അല്ലെങ്കിൽ അറിയുന്നതിന്റെ പേർപ്പസ് എന്താണ് എന്നുള്ളത്. ലെവൽസ് ഓഫ് നോളജിൽ വരുന്നത് there are various valid ways to gain knowledge. നോളജ് ഗെയിൻ ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. പെർസെപ്ഷൻ, റീസൺ, ലോജിക് ആൻഡ് ലാംഗ്വേജ് ഇതൊക്കെ അതിൽ വരുന്നതാണ്. അപ്പോൾ മെയിൻ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. എ ചൈൽഡ് ഫ്രം ഇൻഫാൻസി ടു ഏർലി ചൈൽഡ്ഹുഡ്, ഇൻഫാൻസി മുതൽ ഏർലി ചൈൽഡ്ഹുഡ് വരെ റിലൈ ചെയ്യുന്നത് സെൻസ് പെർസെപ്ഷനിലാണ് ഫോർ നോളജ് അക്വിസിഷൻ ആസ് ഇറ്റ് കംസ് ഫ്രം നാച്ചുറലിറ്റി ദം. കാരണം സെൻസ് ഓർഗനിൽ നിന്നുമുള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനിക്കുമ്പോൾ തന്നെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ കിട്ടുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. It is only after stepping into late childhood that the other 3 ways of knowing start taking place. ഏർലി ചൈൽഡ്ഹുഡിൽ നിന്നും ലേറ്റ് ചൈൽഡ്ഹുഡിലേക്ക് എത്തുന്ന സമയത്താണ് മറ്റുള്ള 3 വേസ് അവരിലേക്ക് കൊണ്ടുവരുന്നത്. By adulthood, the learners use a combination of all 4 to acquire knowledge. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളും പ്ലസ് എന്താണ് അവരുടെ ഈ സെൻസ് പെർസെപ്ഷനും കൂടെ കൂട്ടിയിട്ടാണ് അഡൽട്ട്ഹുഡിൽ അവര് നോളജ് അക്വയർ ചെയ്യേണ്ടത്. ഹിയർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ ഷേപ്പിംഗ് തോട്ട് ഇസ് സെൽഡം നോട്ടിസ്ഡ് ആസ് ഇറ്റ് കംസ് സോ എഫേർട്ട്ലെസ്. അപ്പോൾ ഇവിടെ ഇൻഫ്ലുവൻസ് ഓഫ് ലാംഗ്വേജും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇനി അതിന്റെ 4 പോയിന്റ്സ് വരുന്നുണ്ട്. സെൻസ് പെർസെപ്ഷൻ, ലാംഗ്വേജ്, ഇമോഷൻ, റീസൺ എന്നുള്ളത്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, നിങ്ങളുടെ മെറ്റീരിയലിനകത്ത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാം. സെൻസ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ സെൻസറി പെർസെപ്ഷൻ ആണ്. സെൻസ് ഓർഗൻ ആയിട്ടുള്ള ടച്ച്, സെൻസ് ഓർഗൻസിൽ നിന്നും കിട്ടുന്ന സെൻസസ് ആണ് ടച്ച്, ടേസ്റ്റ്, സ്മെല്ല്, ഹിയറിംഗ്, സൈറ്റ് എന്നുള്ളതൊക്കെ. ഒരു എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്റ്റൻസ് ഇവിടെ പറയുന്നുണ്ട്. ഒരു ലൈറ്റ് ഒരു സർഫസിൽ തട്ടിയിട്ട് റിഫ്ലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ അതിന്റെ സ്റ്റിമുലേഷൻ കിട്ടും. എന്നിട്ട് അത് നമ്മുടെ മെന്റൽ കൺസ്ട്രക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് വരുന്നുണ്ട്. ഇതിനെയാണ് പെർസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ കൺസ്ട്രക്ഷന് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെയും സ്ട്രാറ്റജീസിനെയുമാണ്. മറ്റൊരു വേർഡിൽ പറഞ്ഞു കഴിഞ്ഞാൽ വി യൂസ് വാട്ട് വി ഓൾറെഡി ബിലീവ് ടു ബി ട്രൂ അബൌട്ട് ദ വേൾഡ് ടു കാറ്റഗറൈസ് വാട്ട് വി പെർസീവ്. നമ്മൾ ചെയ്യുന്നത് ലോകത്തിനെ പറ്റി നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് പെർസെപ്ഷൻ ആൻഡ് സെൻസേഷൻ ആർ ഡിഫറെന്റ്. പെർസെപ്ഷനും സെൻസേഷനും ഡിഫറെന്റ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കാരണം സെൻസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസറി എക്സ്പീരിയൻസസ് ആണ്, അതായത് റിലേറ്റഡ് ടു ക്വാളിറ്റീസ്, കളർ, സൗണ്ട്, ടേസ്റ്റ്, ഓർഡർ, ഹീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പെർസെപ്ഷൻസ് ആർ കോംപ്ലക്സ് കൺസ്ട്രക്ഷൻസ് ഓഫ് സിമ്പിൾ എലമെന്റ്സ് ജോയിൻ ത്രൂ അസോസിയേഷൻ ടു ഫോം എ മീനിങ് എക്സ്പീരിയൻസ്. എന്നാൽ മറ്റേതിനെ പോലെയല്ല, പെർസെപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് കോംപ്ലക്സ് കൺസ്ട്രക്ഷൻസ് ആണ്. എന്തിന്റെ സിമ്പിൾ ആയിട്ടുള്ള എലമെന്റിനെ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് മീനിങ് എക്സ്പീരിയൻസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജോയിനിങ് അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് നമുക്കതിനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് സെൻസ് പെർസെപ്ഷൻ എന്നുള്ളത്. ഇനി ലാംഗ്വേജ് എന്താണ്? ലാംഗ്വേജ് ആക്ട് ആസ് എ മീഡിയം ഫോർ കൺവേയിങ് ദ നോളജ് ഫ്രം വൺ ഇൻഡിവിജ്വൽ ടു ദി അതർ. ഒരു ഇൻഡിവിജ്വലിൽ നിന്നും മറ്റൊരു ഇൻഡിവിജ്വലിലേക്ക്
എന്താണ് കാര്യങ്ങളെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നോളജിനെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മീഡിയമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഒരു നോളജ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ലാംഗ്വേജ് എന്നുള്ളത്. When a well structured argument is presented, it comes to our notice very easily. ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ആർഗ്യുമെന്റ് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കേട്ട് ഇരുന്ന് പോകും അല്ലെങ്കിൽ കണ്ടിരുന്ന് പോകും. കാരണം അങ്ങനെയാണ്, അത്രയും പവറാണ് ലാംഗ്വേജിനുള്ളത്. ലാംഗ്വേജ് ആണ് നോയിങ്ങിന്റെ പ്രോസസ്സിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മീനിങ് എന്ന് പറയുന്നത് നോയിങ്ങിന്റെ കോർ എലമെന്റ് ആണ്. അതും ഇൻവോൾവ് ചെയ്തു വരുന്നത് ലാംഗ്വേജിലൂടെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ഇമോഷൻ. ഇമോഷൻ ആണ് അടുത്തത്. ഇമോഷൻ പ്ലേ എ പവർഫുൾ റോൾ ഇൻ ഷേപ്പിംഗ് തോട്ട്സ്, ഇൻഫ്ലുവൻസിംഗ് ബിഹേവിയർ ആൻഡ് സ്റ്റിയറിംഗ് ദ പെർസ്യൂട്ട് ഓഫ് നോളജ്. അപ്പൊ നോളജിന്റെ പെർസ്യൂട്ടിനെ സ്റ്റിയർ ചെയ്യാനും ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും തോട്ടിനെ ഷേപ്പ് ചെയ്യാനും ഒക്കെ ഇമോഷൻ എന്നുള്ളത് അത്യാവശ്യമാണ്. While emotions may be a key to self-understanding and to understanding the world, the emotions and their expression vary across cultures, and hence knowledge can acquired through the use of emotions may not be reliable. It is subjective and less measurable. പക്ഷെ എല്ലാ സമയത്തും നമ്മൾ ഇമോഷനെ ഭയങ്കരമായിട്ടും എടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് എടുക്കാൻ പാടില്ല. കാരണം എല്ലാ സമയത്തും നമുക്ക് ആ ഒരു തീമിനെ റിലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അത് സബ്ജക്റ്റീവ് ആണ്, അതിൽ വ്യത്യാസം വന്നേക്കാം. ഓക്കെ, അപ്പൊ അതാണ് ഇമോഷന്റെ ഭാഗത്ത് പറയുന്നത്. അടുത്തതാണ് റീസൺ എന്നുള്ളത്. If you want to understand what is reason, then it must understand that it is ability to use logical deduction. Logical deduction യൂസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റിക്കാണ് നമ്മൾ റീസൺ എന്ന് മെയിൻ ആയിട്ട് പറയുന്നത്. This allows us to go from starting ideas to reach valid conclusion. ഒരു ഐഡിയയിൽ നിന്നും ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ റീസൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റെക്സ് ഈസ് എ ഡോഗ് എന്നുള്ളത്. റെക്സ് ഈസ് എ ഡോഗ് എന്നുള്ളത്. ഓൾ ഡോഗ്സ് ഹാവ് ഫർ. എല്ലാ ഡോഗിനും രോമങ്ങളുണ്ട്. ഇനി റിമെമ്പർ ദിസ് ഡസൻ ഹാവ് ടു ബി ട്രൂ. ഇത് ട്രൂ ആയിരിക്കാം, ഫോൾസ് ആയിരിക്കാം, എന്തും ആയിരിക്കാം. ഡസ് റെക്സ് ഹാവ് ഫർ? പക്ഷെ റെക്സിന് ഫർ ഉണ്ടോ? അതിന്റെ ഒരു വാലിഡ് കൺക്ലൂഷൻ ആണ് യെസ്, റെക്സ് ഹാസ് ഫർ. ഗോയിങ് ഫ്രം പ്രിമൈസസ് ടു കൺക്ലൂഷൻസ് ലൈക്ക് ദിസ് ഈസ് കോൾഡ് ലോജിക്കൽ ഡിഡക്ഷൻ. നമ്മൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു, റെക്സ് ഈസ് എ ഡോഗ് എന്നുള്ളത്. അതിൽ നിന്ന് ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. അതാണ് പറഞ്ഞത് റെക്സിന് ഫർ ഉണ്ടോ, റെക്സിന് ഫർ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് എത്തി. ഇതിനെയാണ് റീസൺ എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ദ കൺക്ലൂഷൻസ് ആർ നോട്ട് ഓൾവേസ് ട്രൂ. പക്ഷേ കൺക്ലൂഷൻ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. റെക്സിന് ഫർ ഉണ്ടോ എന്നുള്ളത് ഒരു ട്രൂ ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ സൂരജ് ഈസ് എ മാൻ എന്നുള്ളത് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുണ്ട്. ഓൾ മെൻ ഹാവ് 8 legs. Question: Does Peter have 8 legs? Valid conclusion: Yes, Suraj has 8 legs. This might not be true. People don't usually have more than 2 legs. അപ്പൊ ഇവിടെയും ഒരു റീസൺ ഉണ്ട്, അതിൽ നിന്നൊരു കൺക്ലൂഷൻ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് ശരിയായിട്ടുള്ള റീസൺ ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ റീസൺ എപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. ഇതൊക്കെ ഓരോ വേസ് അല്ലെങ്കിൽ പ്രോസസ്സുകളാണ് പറയുന്നത്. ഇതെല്ലാം ഭയങ്കര ആപ്റ്റ് ആണെന്ന് നമുക്ക് ഒരിക്കലും വാദിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് നോക്കിക്കേ, ടൈപ്സ് ഓഫ് നോളജ് ആണ്. 3 ടൈപ്സ് ഓഫ് നോളജ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോളജിനെ 3 ആയിട്ടാണ് എന്താണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പേഴ്സണൽ, പ്രൊസീജറൽ, പ്രപ്പോസിഷണൽ. നമുക്ക് ഓരോന്നും നോക്കാം. ആദ്യത്തേത് നോക്കിക്കേ, പേഴ്സണൽ നോളജ്. പേഴ്സണൽ നോളജ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്യാതറിംഗ് ഇൻഫർമേഷൻ ദാറ്റ് എ പേഴ്സൺ യൂസസ് ടു ഗ്യാദർ, ക്ലാസിഫൈ, സ്റ്റോർ, സെർച്ച് ഫോർ, റിട്രീവ് ആൻഡ് ഷെയർ നോളജ് ഇൻ ദിയർ ഡെയിലി ആക്ടിവിറ്റീസ്. അപ്പോൾ ഒരാളുടെ ഡെയിലി ആക്ടിവിറ്റീസിനകത്ത് അവർക്ക് മനസ്സിലാക്കാനും അവർക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു രീതിക്കാണ് ഗ്യാദർ ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ നോളജ് എന്ന് പറയുന്നത്, ആ ഒരു പ്രോസസ്സ് എന്ന് പറയാം. It also refers to how these processes assist work-related task. ഇത് എങ്ങനെയാണ് work-related taskനെ അസിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഇവിടുത്തെ ഒരു നോട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. It is a reaction to the concept that knowledge workers must be in charge of their own personal development and education. നോളജുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഡെവലപ്മെന്റിനും എഡ്യൂക്കേഷനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കും. നോളജ് മാനേജ്മെന്റ് ഈസ് അപ്രോച്ച്ഡ് ഫ്രം ദ ബോട്ടം അപ്പ്. അപ്പൊ ബോട്ടം അപ്പിൽ നിന്നാണ് നോളജ് മാനേജ്മെന്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് പേഴ്സണൽ നോളജ്. അപ്പൊ മെയിൻ ആയിട്ട് ഇത്രയേ ഉള്ളൂ. പേഴ്സണൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഓൺ ഡെയിലി ആക്ടിവിറ്റീസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാദർ ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന, സ്റ്റോർ ചെയ്യുന്ന, റിട്രീവ് ചെയ്യുന്ന ഒക്കെ നോളജിനെയാണ്
പേഴ്സണൽ നോളജ് എന്ന് പറയുന്നത്. ഇനി പ്രൊസീജിയറൽ നോളജ് ആണ്. ദ സെക്കൻഡ് കൈൻഡ് ഓഫ് നോളജ് ഇസ് പ്രൊസീജിയറൽ നോളജ് ഓർ നോളജ് ഹൗ ടു ഡു സംതിങ്. ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് പ്രൊസീജിയറൽ നോളജ് എന്നുള്ളത്. പീപ്പിൾ ഹു ക്ലെയിം ടു നോ ഹൗ ടു ജഗിൾ ഓർ ഹൗ ടു ഡ്രൈവ് ആർ നോട്ട് സിംപ്ലി ക്ലെയിമിംഗ് ദാറ്റ് ദേ അണ്ടർസ്റ്റാൻഡ് ദ തിയറി ഇൻവോൾവ് ഇൻ ദോസ് ആക്ടിവിറ്റീസ്. ആൾക്ക് ജഗിൾ ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അറിയാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ വെറുതെ ക്ലെയിം ചെയ്യല്ല. അവർക്ക് ആ തിയറി അറിയാം, കാർ ഓടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാം എന്നല്ല, അത് ഓടിച്ച് കാണിക്കാനുള്ള ഒരു ഇത് ഉണ്ടാവണം. Rather, they are claiming that actually possesses the skills involved that they are able to do these things. ജഗിൾ ചെയ്യുന്ന തിയറി ഒക്കെ കാലുകൊണ്ട് ഇങ്ങനെ എടുക്കുക, അതിൽ പന്ത് ഇങ്ങനെ വെക്കുക, അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ജഗിൾ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളില്ലേ, കൈകൊണ്ട് ഇങ്ങനെ ബീറ്റ് ബാസ്കറ്റ് ബോൾ ഒക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ, അങ്ങനെ ചെയ്തു പോവാൻ അറിയാമെന്ന് പറയുന്നതല്ല, അത് ചെയ്ത് കാണിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാവണം. അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന കേസിലും പ്രൊസീജിയറൽ നോളജ് ക്ലിയർലി ഡിഫേഴ്സ് ഫ്രം പ്രൊപ്പോസിഷണൽ നോളജ്. എന്നാൽ പ്രൊപ്പോസിഷണൽ നോളജിലും തമ്മിൽ കുറച്ചൊരു വ്യത്യാസമുണ്ട്. പ്രൊസീജിയറൽ നോളജ് എന്താണ്? പ്രൊപ്പോസിഷണൽ നോളജ് ഇത് മൂന്നാമത്തെ കൈൻഡ് ആണ്. ഈ കൈൻഡ് ആണ് ഫിലോസഫേഴ്സ് കൺസേൺഡ് അബൌട്ട് മോസ്റ്റ്. കാരണം എന്താണ്? വെൻ വി സേ തിങ്സ് ലൈക്ക് ഐ നോ ദാറ്റ് ദ ഇന്റേർണൽ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആഡ് അപ് ടു 180 ഡിഗ്രീസ് ഓർ ഐ നോ ദാറ്റ് ഇറ്റ് വാസ് യു ദാറ്റ് ate മൈ സാൻഡ്വിച്ച്, വി ആർ ക്ലെയിമിംഗ് ടു ഹാവ് പ്രൊപ്പോസിഷണൽ നോളജ്. മറ്റേതുപോലെയല്ല ഇത്. ഇവിടെ എന്താണ്? ഇന്റേർണൽ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടും. അതുപോലെ തന്നെ നീയാണ് എൻ്റെ സാൻഡ്വിച്ച് കഴിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് ക്ലെയിം ചെയ്യണം. നമ്മൾ ഇങ്ങനെ ഉറപ്പ് പറയാണ്, എനിക്ക് നീയാണത് ചെയ്തത് എന്നുള്ളത്. ഓൾദോ ദർ ആർ സെവറൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ്, ദ പ്രൈമറി കൺസേൺ ഓഫ് എപ്പിസ്റ്റമോളജി ഈസ് പ്രൊപ്പോസിഷണൽ നോളജ്. ഒരുപാട് കൈൻഡ് ഓഫ് നോളജ് ഉണ്ടെങ്കിലും ഒരു എപ്പിസ്റ്റമോളജി അല്ലെങ്കിൽ അതിന്റെ ഒറിജിൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ പേരും പറയുന്നത് പ്രൊപ്പോസിഷണൽ നോളജിനെയാണ്. ഇനി കൈൻഡ്സ് ഓഫ് നോളജ് എന്നുള്ള ഒരു ഭാഗമാണ് വരുന്നത്. കൈൻഡ്സ് ഓഫ് നോളജ് അവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സെൻസ് പെർസെപ്ഷനും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. നോയിങ് ഈസ് ബോത്ത് എ പ്രോസസ് ആൻഡ് എ പ്രോഡക്റ്റ്. നോയിങ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സുമാണ് പ്രൊഡക്റ്റുമാണ്. ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത് ഇറ്റ് റെഫേഴ്സ് ടു ദ മെത്തേഡ് ഓഫ് കമ്മിങ് ടു നോ ദ ഫിനോമിനൻ. ആ ഒരു പ്രതിഭാസത്തിനെ എന്താണ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആ ഒരു പ്രോസസ്സിൽ വരുന്നത്. എന്നാൽ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഈസ് റിസൾട്ടന്റ് ഓഫ് നോയിങ് ദ പ്രോസസ്. അതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നത്, അതായത് ഒരു കാര്യത്തിനെ അറിയുക എന്നുള്ളതിന്റെ റിസൾട്ട് ആയിട്ട് വരുന്നതാണ് ഒരു പ്രോഡക്റ്റ്. നോയിങ് ഹാപ്പൻസ് ത്രൂ പെർസെപ്ഷൻ, റീസൺ ആൻഡ് ഇമോഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ രീതിയിലാണ് നോയിങ് നടക്കുന്നത് എന്ന്. ആൻഡ് കോഡിഫിക്കേഷൻ ഈസ് ഡൺ ഇൻ ദ ലാംഗ്വേജ്. സിമിലർലി ദർ ആർ മീൻസ് ഓർ സോഴ്സ് ഓഫ് എവറി വേ ഓഫ് നോയിങ്. These sources are the knowers, senses and mind. അപ്പൊ ഈ നോളജുകളൊക്കെ അല്ലെങ്കിൽ ഈ സോഴ്സുകളൊക്കെ നോയറിന്റെ സെൻസസും മൈൻഡും ആണ്. Different sources of knowing construct different forms of understanding and different types of knowledge. Different sources of knowingന്റെ different sources കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. എന്ത്? ഡിഫറെന്റ് ഫോംസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, വ്യത്യസ്ത രീതിയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ആൻഡ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ്, വ്യത്യസ്ത തരത്തിലുള്ള നോളജും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. സെൻസ് പെർസെപ്ഷൻ ഇതിലെന്താണ് പറയുന്നത്? ദ ബിഗിനിങ് ഓഫ് നോയിങ്, ദ അക്വിസിഷൻ ഓഫ് നോളജ് ബിഗിൻസ് വിത്ത് ദ റിസെപ്ഷൻ ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലായി ബൈ അവർ സെൻസ് ഓർഗൻസ് വിച്ച് ഇസ് ഇമ്മീഡിയറ്റ്ലി കൺവേർട്ടഡ് ഇൻ ടു ദ ഫോം ഓഫ് പെർസെപ്ഷൻ. നമുക്ക് പുറത്ത് നിന്ന് കിട്ടുന്ന ഇപ്പോൾ ഒരു ചായ, ഒരു ചൂടുള്ള ചായ നമ്മൾ തൊടുന്ന സമയത്ത് നമുക്ക് പൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സ്റ്റിമുലസ്, എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റിമുലസ് നമുക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അത് പൊള്ളുന്നുണ്ട്, കൈ വലിക്കണം എന്നുള്ള ആ ഒരു തോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് പെർസെപ്ഷൻ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പെർസെപ്ഷൻ refers to having knowledge about a stimulus that impinges our own sense organs. Thus, knowledge starts with experience of the facts of matters through sense organs individually and collectively at the individual level or while participating in the social activity. അപ്പോൾ ഇത് നമുക്ക് ഇൻഡിവിജ്വലി കിട്ടാം, അല്ലെങ്കിൽ കളക്റ്റീവ്ലി കിട്ടാം, അല്ലെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിറ്റിയിൽ പങ്കെടുക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ സെൻസ് പെർസെപ്ഷനിൽ പറയുന്നത്. പെർസെപ്ഷൻ to conception എന്നുള്ള കാര്യം നോക്കുക. The first requisite for building up of knowledge is obtaining perceptions, that is making observations arising out of various relationship with phenomena. അടുത്തതാണ് പെർസെപ്ഷൻ ടു കൺസെപ്ഷൻ എന്നുള്ള ഒരു ഐഡിയ. എന്താണ് പെർസെപ്ഷൻ ടു കൺസെപ്ഷൻ എന്നുള്ളതിൽ പറയുന്നത്? നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. നോളജ് ഗെയിൻ ചെയ്യുന്നതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് ഒബ്സർവേഷൻ അബൌട്ട് ദ വേൾഡ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ തിങ്സ്. ഒരു ലോകത്തെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടാക്കുകയും അതിൽ എങ്ങനെയാണ് അതിന്റെ റിലേഷൻഷിപ്പ് അവിടെ വരുന്നത് എന്നുള്ളത്, ഒബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ തിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. Once we have these sensory inputs, we form judgments and propositions about the objects and their properties. While animals primarily react to immediate sensory stimuli, humans possess a unique ability to move beyond concrete perceptions. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
അതായത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നമുക്ക് ഒരു വട്ടത്തിലുള്ള ഒരു സാധനം കാണുകയാണ്, ഒരു റൗണ്ടിലുള്ള ഒരു സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത് മൂവ് ചെയ്യും, അത് റോൾ ചെയ്യും എന്നുള്ളത്. ഒരു വട്ടത്തിലുള്ള ഒരു സാധനമാണെങ്കിൽ അത് റോൾ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അതായത് ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദർ ഇസ് എ ബോൾ, അല്ലെങ്കിൽ ദിസ് ഇസ് എ ബോൾ ആൻഡ് ഇറ്റ് ക്യാൻ റോൾ. ഒരു ബോൾ ആണ്, അതിന് റോൾ ചെയ്യാൻ കഴിയും. അപ്പോൾ ഹ്യൂമനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബോളാണ്, അത് റോൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഐഡിയ മൈൻഡിലുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും വട്ടത്തിലുള്ളതാണ് ഈ ബോള്. അപ്പൊ വട്ടത്തിലുള്ള ഇതുപോലെയുള്ള മറ്റ് സാധനങ്ങൾക്കും റോൾ ചെയ്യാൻ കഴിയും. അപ്പൊ റൗണ്ട് സാധനങ്ങൾക്കെല്ലാം റോൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ഐഡിയ മനുഷ്യനുണ്ടാവും. ആനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റിമുലായി, ഈ വട്ടത്തിലുള്ള സാധനത്തിന് റോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ബോൾ എന്ന് പറഞ്ഞൊരു ഐഡിയ അവർ കണ്ടിട്ടില്ല എങ്കിൽ, അവർ കേട്ടിട്ടേ ഉള്ളൂ എങ്കിൽ അവർക്കത് ഒരിക്കലും മനസ്സിലാകില്ല. അതായത് റൗണ്ട് സാധനം മൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബോളിന് റോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഐഡിയ ആനിമൽസിന് കിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ പെർസെപ്ഷനെക്കാട്ടിലും അപ്പുറത്തേക്ക് നമുക്കതിനെ കൊണ്ടുപോകാനുള്ള എബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ദോസ് കോൺക്രീറ്റ് തിങ്സ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ആനിമൽസ് ഫെയിൽ ടു പെർസീവ്. ആ ഒരു ആബ്സെൻസ് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആനിമൽസിന് ഒരിക്കലും പെർസീവ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് ഹ്യൂമണിന് മാത്രമുള്ള ക്വാളിറ്റിയാണ്. ഇങ്ങനെ പെർസീവ് ചെയ്യാൻ പറ്റാത്തതിനെയാണ് ആൽഡർ വിളിക്കുന്നത് പെർസെപ്ച്വൽ അബ്സ്ട്രാക്ഷൻ. എന്നാൽ ഹ്യൂമൻസ് പെർസീവ് തിങ്സ് ഈവൻ ഇൻ ദിയർ ആബ്സെൻസ്. എന്നാൽ ഹ്യൂമൻസ് എന്താണ് ചെയ്യുന്നത്? അതിന്റെ ആബ്സെൻസിൽ, എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ആബ്സെൻസിലും അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഉള്ള കാര്യത്തിനെക്കാട്ടിലും ബിയോണ്ട്, അപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ പെർസെപ്ഷൻ, കൺസെപ്ഷൻ എന്നുള്ളത് മനുഷ്യന് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അടുത്തതാണ് വേസ് ഓഫ് നോയിങ്. ഇവിടെ 2 ബോക്സസ് ഉണ്ട്, വേസ് ഓഫ് നോയിങ്ങും നോളജ് ക്ലാസിഫിക്കേഷനും. രണ്ടൊന്ന് നോക്കിക്കേ. ഒന്ന് മീൻസ് ഓഫ് നോയിങ് 2 തരത്തിലാണ്, സെൻസസിലൂടെയും മൈൻഡിലൂടെയും. സെൻസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പീരിയൻസും പെർസെപ്ഷനും ആണ്. എന്നാൽ മൈൻഡിന്റെ കാര്യത്തിൽ റീസണിങ്ങും ആണ്. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫാക്ട്സ് ഓഫ് മാറ്റർ, പെർസെപ്ച്വൽ നോളജ്, എംപിറിക്കൽ നോളജ്. ഇതാണ് സെൻസസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. മൈൻഡുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് റാഷണൽ നോളജ്, കൺസെപ്ച്വൽ നോളജ്, കാഷ്വൽ നോളജ്, നോളജ് ഓഫ് റിലേഷൻഷിപ്പ്, ഇന്റർപ്രിറ്റേറ്റീവ് നോളജ്. ഇതൊക്കെ മൈൻഡുമായിട്ടാണ്, നമ്മുടെ സെൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അതുപോലെ തന്നെ നോളജ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഓരോ സബ്ജക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സയൻസ്, സോഷ്യൽ സയൻസ്, മാത്സ്, ലാംഗ്വേജ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ ഒബ്ജക്ട് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഫിനോമിനൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആ നോളജിന്റെ നേച്ചർ കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ മോഡ്സ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ നാച്ചുറൽ സയൻസിലാണെങ്കിൽ ഒബ്സർവേഷനും എക്സ്പെരിമെന്റേഷനും ആയിരിക്കും. മാത്സിനെ സംബന്ധിച്ചിടത്തോളം ലോജിക്കൽ ഡിഡക്ഷൻസ് ആയിരിക്കും. ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുകൂടെ ക്രിയേറ്റീവ് നരേഷൻസ്, ക്രിയേറ്റീവ് എക്സ്പ്രഷൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നേച്ചർ ഓഫ് വാലിഡേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് ഫോംസ് ഓഫ് നോളജ്. ഫോംസ് ഓഫ് നോളജിൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോംസ് ഓഫ് നോളജ് എന്ന് പറയുമ്പോൾ, സോ ഫാർ യു റീഡ് ദാറ്റ് ദ നോളജ് ഇസ് സം ഓഫ് ഐഡിയാസ്, കോൺസെപ്റ്റ്സ് അബൌട്ട് ഒബ്ജക്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി, നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയസിന്റെയും കോൺസെപ്റ്റിന്റെയും ഒക്കെ ഒരു സമ്മാണ്, ഒരു കൂട്ടിച്ചേരലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. therefore all knowledge has 2 elements. എല്ലാ നോളജിനും 2 എലമെന്റുകളാണുള്ളത്. അതാണ് ഓബ്ജക്റ്റും കോൺസെപ്റ്റലൈസേഷൻ ഓഫ് ദി ഓബ്ജക്റ്റ് എന്നുള്ളതും. പിന്നെ ക്ലാരൻസ് ഇർവിംഗ് ലീവിസ് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നോളജിനെ പറ്റിയിട്ട് 2 എലമെന്റ് ആണ്, ഒന്ന് ഗിവൺ ആണ്, ഒന്ന് ഇനഫബിൾ പ്രസന്റേഷൻ ആണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വി മൈറ്റ് സേ ദാറ്റ് ദ കോൺസെപ്ച്വൽ ഈസ് ദ ഫോമൽ എലമെന്റ് ഓഫ് ഓർഡർ ഓർ റിലേഷൻ ആൻഡ് ദ ഗിവൺ ഈസ് ദ മെറ്റീരിയൽ ഓർ കോണ്ടന്റ് എലമെന്റ്. അതിൽ 2 കാര്യങ്ങൾ ഉണ്ടാവും, ഫോമൽ എലമെന്റും അതുപോലെ തന്നെ കോണ്ടന്റ് എലമെന്റും. ഇതാണ് നമ്മൾ 2 കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, 2 എലമെന്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ്. അപ്പോൾ ഈ ഫോംസ് ഓഫ് നോളജിൽ ജോൺ ലോക്ക് 3 കൈൻഡ്സ് ഓഫ് നോളജ് ആണ് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത്. ഇൻറ്റ്യൂട്ടീവ് നോളജ്, ഡെമോൺസ്ട്രേറ്റീവ് നോളജ്, സെൻസിറ്റീവ് നോളജ്. ഇത് കൂടാതെ ഉള്ള കുറച്ച് നോളജും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ജോൺ ലോക്ക് ഡിസ്റ്റിംഗ്വിഷ് 3 കൈൻഡ്സ് ഓഫ് നോളജ്. ദീസ് ആർ ഇൻറ്റ്യൂട്ടീവ്, ഡെമോൺസ്ട്രേറ്റീവ്, സെൻസിറ്റീവ്. പിന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് എക്സ്പെരിമെന്റൽ നോളജ്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഇൻറ്റ്യൂട്ടീവ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, of such things as the fact that red is not green and the fact of one's own existence. ഈ റെഡ് കണ്ടു കഴിഞ്ഞാൽ അത് ഗ്രീൻ അല്ല എന്ന് മനസ്സിലാക്കുകയും സ്വന്തം എക്സിസ്റ്റൻസിനെ പറ്റിയിട്ടുള്ള ഫാക്ടിനെ മനസ്സിലാക്കുകയും ചെയ്യുക. ഇതാണ് ഇൻറ്റ്യൂട്ടീവ് നോളജിൽ പറയുന്നത്. ഡെമോൺസ്ട്രേറ്റീവ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഇൻക്ലൂഡ്സ് മാത്തമാറ്റിക്സ്, മൊറാലിറ്റി ആൻഡ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദൈവം നിലനിൽക്കുന്നുണ്ട്, ദൈവമുണ്ട് എന്നുള്ള ഒരു വിശ്വാസം. ദൈവമുണ്ട്, സൈക്കിൾ പ്യൂർ അഗർപത്തീസ്. അപ്പോൾ ദൈവമുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം, മൊറാലിറ്റി, മാത്തമാറ്റിക്സ്, ഇതൊക്കെ ഡെമോൺസ്ട്രേറ്റീവ് ആയിട്ടുള്ള നോളജുകളാണ്. ഇനി സെൻസിറ്റീവ് നോളജ് എന്താണ്? വിച്ച് ഇസ് കൺസേൺഡ് വിത്ത് ദ പെർട്ടിക്കുലർ എക്സിസ്റ്റൻസ് ഓഫ് ഫൈനൈറ്റ് ബീങ്സ് വിതൗട്ട് അസ്.
ഫൈനൈറ്റ് ആയിട്ടുള്ള ആള് വിത്തൗട്ട് നമ്മൾ ചേർക്കാതെയുള്ള ഫൈനൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ളതാണ് സെൻസിറ്റീവ് ആയിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോളജ് ഇൻ എ പ്രാക്ടിക്കൽ വേ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഫോളോയിങ് കാറ്റഗറീസ് ഓൺ ദി ബേസിസ് ഓഫ് മീൻസ് യൂസ്ഡ് ഇൻ ദ പ്രോസസ് ഓഫ് നോയിങ് ബൈ വിച്ച് പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് നോളജ് ഇസ് ജനറേറ്റഡ്. അതിന് താഴെയുള്ളതാണ് നമ്മൾ പറയുന്ന എക്സ്പെരിമെന്റൽ നോളജ്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? എക്സ്പെരിമെന്റൽ നോളജിന്റെ എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദ നോളജ് ഓഫ് വാട്ട് ഇറ്റ് ഈസ് ലൈക്ക് ടു സീ കളേഴ്സ് വിച്ച് കനോട്ട് ബി എക്സ്പ്ലെയിൻ ടു എ പേഴ്സൺ ബോൺ ബ്ലൈൻഡ്. ഒരു അന്ധനായിട്ടുള്ള ആള് അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ആള് ജനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കളർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമുക്ക് ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കും? ഇപ്പം പാലിന്റെ വെള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൽ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അവർക്ക് വെള്ള എന്താണെന്ന് അറിയില്ല. അപ്പൊ അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരാൾക്ക് കളേഴ്സിനെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ടഫാണ്. എക്സ്പെരിമെന്റൽ നോളജ് ഇസ് ബേസ്ഡ് ഓൺ ദി ഡിറൈവ്ഡ് ഫ്രം എക്സ്പീരിയൻസ് ഓർ എംപിരിക്കൽ എവിഡൻസസ്. അതുകൊണ്ട് തന്നെ എക്സ്പെരിമെന്റൽ നോളജ് എന്ന് പറഞ്ഞാൽ ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. റീസൺഡ് ഓർ ലോജിക്കൽ നോളജ് ഇസ് നോളജ് ഓഫ് ദ ട്രൂത്ത്സ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഡിഡക്റ്റീവ് ലോജിക്. ലോജിക്കൽ നോളജ് അല്ലെങ്കിൽ റീസൺഡ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഫോംസിൽ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ നോളജ് ആൻഡ് നോയിങ് അല്ലെങ്കിൽ ഈ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടേംസും കാര്യങ്ങളും എക്സ്ട്രാ വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈച്ച് ആൻഡ് എവറി ലൈനിന്റെ അർത്ഥം പറഞ്ഞു പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ ആണ്. ബട്ട് സ്റ്റിൽ നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിൽ അപ്ലോഡ് ദ നെക്സ്റ്റ് പാർട്ട് സൂൺ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ ബാക്കി പാർട്ട് നമുക്ക് എടുക്കാനുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് പ്ലീസ് ഡു റിപ്ലൈ. Please do comment down your doubts, suggestions, everything in the comment section. And thank you so much for watching.